നാളെ നമ്മൾ മക്കൾക്ക് നൂഡിൽസിന് ഉണ്ടാക്കി കൊടുത്തില്ലേ, അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്കും മക്കൾക്കും നൂഡിൽസും ഇതേപോലെ ഉണ്ടാക്കി തരുമോ പറഞ്ഞിട്ട് കേട്ടോ. രാവിലെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. മഴ പെയ്തിട്ട് കണ്ടോ, അളി പുലി പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാവരും ഉണ്ടെങ്കിൽ ചവിട്ടി കയറിയിട്ട് തന്നെ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഇങ്ങനെ വൃത്തിയില്ലായ്മ പോലെ തോന്നും. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഉള്ളപ്പോൾ തന്നെ വീട്ടിലൊരു നമുക്ക് ചളിയായി കഴിഞ്ഞാൽ നമുക്കത് തുടച്ചാൽ പോവുമല്ലോ. എല്ലാവരും ഉള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ. ഞങ്ങൾ ഈശയ്ക്ക് പോകണം വിചാരിച്ചതാണ് കേട്ടോ, പക്ഷെ ഒന്നും നടന്നില്ല ചേട്ടാ. ഈശയ്ക്ക് പോവാന്ന് വിചാരിച്ചാൽ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട്. അപ്പോൾ വണ്ടി കിട്ടിയില്ല, ഞങ്ങളെല്ലാവരും പാടെ പോകണമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അളി എന്താ ഇവരുടെ അനിയൻ ഉണ്ട് പറഞ്ഞു വെച്ചാൽ അനിയനും ഞങ്ങളും എല്ലാവരും പാടെ പോവാ വിചാരിച്ചത്. ഇത് എവിടെ നിന്ന് വാങ്ങാം? ഇത് ഞാൻ കാണാറിഞ്ഞപ്പോൾ അല്ലേ അമ്മ കൊണ്ടുവന്ന മാങ്ങ എവിടെ? അത് പഴുത്തോ? അത് പഴുക്കാൻ വെച്ചിരിക്കല്ലേ, എടുത്തിട്ടില്ലത്. ഞാൻ നോക്കിയിട്ടില്ല. അത് അളിയാനുള്ള സമയം അത് കയ്യിന്ന് എന്താ കൈ കൊണ്ട് പറിച്ചതാണ്, താഴെ വീഴ്ത്തിയതൊന്നല്ല. കേട് വരില്ല. അയക്കുന്നാണ് ഓർമ്മ, ഏട്ടന് ഓർമ്മ ഇല്ല. സത്യം പറഞ്ഞു ഞാനത് മറന്നു. അതിന്റെ കാര്യം ഓർമ്മയില്ല. ഒന്നാമത് മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ, അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വന്നായിരുന്നു. അമ്മയ്ക്കാണ് പറഞ്ഞു വെച്ചാൽ മാങ്ങ കഴിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും, എന്താ നമുക്ക് കിട്ടിയില്ലല്ലോ പറഞ്ഞിട്ട്. ചക്കയും മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് ചക്ക കൊണ്ടുവരാത്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പ്ലാവുള്ളത് കൊണ്ട് നല്ല ചക്ക ചെയ്തും കൊണ്ട്, എന്നാലും അവിടെ പോയാൽ പറയും നല്ല ചക്ക ചെയ്ത് കൊണ്ടുവന്നോന്ന്. ചെരുപ്പിലല്ലേ, ചെരുപ്പിന് ഇവിടെ ക്ഷാമം തന്നെ. സാധാരണ കിച്ചുവിൻ്റെ കിച്ചുവിൻ്റെ ചെരുപ്പ് നമുക്ക് ഭാഗമാണേ. കിച്ചു എന്താ ചെയ്യാ? ചെരുപ്പ് അതന്നെയാണ് ഈ ചെരുപ്പിടാണ്ട് നടക്കൊണ്ട് തന്നെയാണ്. ഇന്ന് ചെരുപ്പ് ഇവിടെ ഇല്ലേനും, എന്നാൽ 4 ഭാഗത്ത് കൂടെ ചെരുപ്പിന്റെ 5 കളി ആണേനും. അത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. കത്തിയോ? മാങ്ങ കുത്താനാ? മറ്റേ കത്തി, ഒരു വെള്ള കത്തി അതാ കോലായിലുണ്ടേ, വെള്ള. ഉപ്പിട്ടു, ഓയിലൊഴിച്ചു. ഇതവരവിടെ വാങ്ങിയിട്ടില്ലാത്ത കേട്ടോ. നമ്മൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഇപ്പോൾ ഇത് വാങ്ങിയത് ലേട്ടാ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നന്നായി പറഞ്ഞപ്പോൾ പ്രാവശ്യം ഇതിവിടെ ഇവിടെ ചോദിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ. എന്താ കോങ്ങാട് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നീ ഉള്ളതും കൊണ്ട് വെച്ച് ഞങ്ങൾ കഞ്ഞി കുടിക്കാം. മക്കൾക്കല്ലേ വേണ്ടത് അല്ലേ. വലുതൊന്ന് വാങ്ങണം ചേട്ടാ ഒരു പൂമ്പയ്ക്കും. ഇതന്നെ വലുത്, ഇങ്ങനത്തെ 2 എണ്ണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാവരും പാടല്ലേ കഴിച്ചത്. പൊന്നുട്ടിയേട്ടനും ഉണ്ണിച്ചക്കനൊക്കെ അവിടെ ഉണ്ട്. പൊട്ടിച്ചിടുമ്പോ ഇതിന്റെ ഒരു നൂല് ഇവർക്ക് ഇങ്ങനെ നൂല് വേണം പറഞ്ഞിട്ടാണ്. നമുക്ക് ഈ നൂല് കാണുമ്പോ എന്താ പോലെ തോന്നുന്നു അല്ലേ. മാങ്ങ വെക്കാമോ? കിണറ്റില് വെള്ളം കമ്മിയാണ്. 2 നേരം കുളിക്കണമെങ്കിൽ നമുക്ക് കുളത്തേക്ക് പോകണം. കുളത്തേക്ക് പോകണമെന്ന് വെച്ചാൽ നേരത്തെ കുളത്തേക്ക് പോകണം. കുളത്തിൽ പോകണ്ട, വെള്ളമേ അവിടെ കലങ്ങിയ വെള്ളം. ആൾക്കാർ ഇങ്ങനെ നമുക്ക് മറ്റേ കുളത്തിൽ പോവാ. ഉരുളങ്കല്ലൊക്കെ ഉള്ളത്. ഏത് ഉരുളങ്കല്ലുള്ളി? വേലിക്കാടോ? കല്ലടിക്കോട്. കുളിക്കാൻ വേണ്ടി കല്ലടിക്കോട് പുഴയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പോയേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുളിച്ചിട്ട് വരാറോ ചേട്ടാ. ഞാനൊക്കെ എപ്പോഴോ കഴിച്ചു. സ്റ്റിക്കർ ബുക്കില് എന്തിനാ
വെറുതെ ഉള്ളി അതിലോ ജേണൽ ചെയ്യാൻ ഒന്നുമില്ല ബുക്കിലൊട്ടിക്കും ഹവായി സ്റ്റിക്കർ ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് 150 ഉള്ളി ഇട്ടൂടാ 200 എണ്ണം കിട്ടും. അച്ചുട്ടിയെ ആ മല്ലിയിലൊന്ന് പൊടിച്ച് ഒട്ടിക്കാൻ മല്ലി അച്ചുട്ടിയെ ആ മല്ലിയിലൊന്ന് ശരിയാക്കി തരും കഴുകിയിട്ട് മതിയേ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ, കുറച്ച് നേരം കുറച്ച് കൂടുതൽ നേരമായില്ലേ. എല്ലാവരും കൂടുമ്പോഴില്ലേ വർത്താനം പറഞ്ഞ് വർത്താനം വർത്താനം പറഞ്ഞിരിക്കുന്ന എനിക്ക് തന്നെ വെക്കണു പാവം. ഇപ്പോൾ വരാം ഒരു സെക്കൻഡ്. മഞ്ഞപ്പൊടി കുറച്ചിട്ടോട്ടാ. മഞ്ഞപ്പൊടി കുളിക്കാൻ വെള്ളമല്ലേ, എന്താ ചെയ്യാ? അടുത്ത് മുച്ച് പോവാ. അപ്പുറത്തെ വീട്ടിലേക്ക് പോക്കോളി. അല്ല ഇതാട്ടോ ഉണ്ടോ ഇതിലോ? എന്നാ പറയണ്ടേ, രാത്രിയെങ്കിൽ രാത്രി ഞാൻ പിടിച്ചു വെക്കില്ലേ വന്നല്ലേ. ആ നല്ല പോലെ എവിടെ സോയാ സോസ് നാള് ചോദിച്ചിരുന്നാണ് സോയാ സോസ് ചോദിച്ചില്ലേന്ന്. അത് ഇത് വാങ്ങാറില്ല കേട്ടോ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കെച്ചപ്പ് ഇവരല്ലേ അതൊക്കെ ചിലത് പറയണേ ദിവസം ഇറച്ചി മീൻ തന്നെയാണ്. നമ്മളെല്ലാവരും വരുമ്പോൾ അവരിനി വരിക ഓണത്തിന്. പിന്നെ ഇപ്പോൾ പറഞ്ഞപ്പോൾ കോഴിക്ക് വില കുറവാണ് അല്ലേട്ടാ. ഇതാ മുട്ട പൊട്ടിച്ച് മുട്ട അല്ലേ ഇതാക്കണ്ടോ. പെപ്പർ പൊടി കുരുമുളക് ഇത് നോക്ക ആദ്യം കുരുമുളക് പൊടി മല്ലിയില നമ്മുടെ നൂഡിൽസും കൂടി അങ്ങോട്ട് കൊട്ടിയിട്ടില്ലേ ഇളക്കിയ മക്കൾക്ക് അങ്ങോട്ട് കഴിക്കാൻ കൊടുക്കുക. കാണാൻ തന്നെ എന്ത് രസാ വിശേഷം. പിന്നെ എല്ലാവരും ഫ്രൈഡ് റൈസിന്റെ ഇത് വാങ്ങ കേട്ടോ നല്ലത്. അമ്മ അവിടെ നിന്ന് ഒരു കൈക്കല് തുണി കിട്ടമ്മ നടക്കട്ടെ. ഇത് വാങ്ങിയിട്ട് ഇളക്കണം. മഞ്ഞപ്പൊടി ഒക്കെ വയ്ക്കാൻ മുഖത്തേക്ക് ആവി കയറിയിട്ടേ രാവിലെ പറഞ്ഞിട്ട് എന്താ കാര്യം, എന്തൊരു ചൂടാലേ. പാലക്കാട് നല്ല ചൂടാ. അത് പോണു. നൂഡിൽസിന്റെ ഏറ്റവും വലിയ അച്ചുട്ടി മറ്റേ ചീന ഇത് മതി. ആണോ? ചീനച്ചട്ടിയല്ലേ, ചീനച്ചട്ടിയാണ് അമ്മ എടുത്തത്. അതിനെല്ലാം നമ്മള് നൂഡിൽസ് ഒഴിച്ചില്ലമ്മ. ഇത് ഇളക്കി 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 വേറെടുത്തില്ല ആവി മോത്തിക്ക്. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ടല്ലേ നമ്മള് ചെയ്യുന്നത്. അവര് ഇങ്ങനെ ഇങ്ങനെ ഇളക്കണ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു വിടുന്ന നമ്മുടെ കടയിൽ. മിച്ചർ കഴിച്ചിട്ട് കണ്ടോ, മിച്ചർ അമ്മായി വരുമ്പോൾ മിച്ചർ കൊണ്ടുവന്നതാണ് കേട്ടോ ബേക്കറി. അപ്പം അവർ വരുമ്പോൾ കൊണ്ടുവന്നത് കുട്ടികൾ രാവിലെ ഇതല്ലേ
കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ നല്ല സോസ് വേണമെങ്കിൽ സോസ് വേണം കുറച്ച് ഒഴിച്ചത്. സോസ് വരുന്ന ഇതാ അതിലുണ്ട് ഇവിടെ ജീവനാ. വേണ്ട നിക്ക് ബാക്കിയെല്ലാം വേണ്ട. വേണ്ടോ അപ്പോൾ കളറ് നേരെ വന്നു കണ്ടില്ലേ അമ്മയുടെ അടുത്ത വഴി കണ്ടില്ലേ എൻ്റെ മുഖത്തിൽ ആവി കയറിയിട്ട് നോക്ക്. അല്ലാതെ എന്താട്ടോ നമ്മൾ കുട്ടികൾ കഴിച്ചിട്ടില്ല പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ കേട്ടോ. പൂക്കളം പോലെ ഒഴിച്ചമ്മ റെഡില്ലേ? സൂപ്പറായിട്ടുണ്ട് അല്ലേ? നമ്മളെന്നല്ല ഏത് പെൺമാരവരാര് വീട്ടിൽ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ പൈസ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് നാളെ കൊടുക്കാൻ പറഞ്ഞിട്ടെങ്കിലും വാങ്ങും നമ്മൾ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്കാരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് വന്നു ഇല്ലെങ്കിൽ ഇല്ലേട്ടാ. അപ്പോൾ നമ്മൾ ഏട്ടനെങ്ങനെയാണെന്നറിയോ, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെൺകുട്ടിയോളെ ഭയങ്കര ഇഷ്ടമാണ്, അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിച്ചക്കോ അപ്പോഴേ ആയിട്ടോ കഴിക്കാൻ കൊടുക്കട്ടെ. നീ ഇത് കഴിക്കലൊന്നും കാണിക്കണില്ല ചേട്ടാ. കണ്ടില്ലേ എനിക്ക് അന്നത്തെക്കാട്ടിലും നന്നായിട്ടോ. അപ്പോൾ ഇന്ന് അല്ലേ നല്ല 2 സോസൊക്കെ ഒഴിച്ചിട്ട് കളറും ഒക്കെ അല്ലേ. ഇപ്പം ഞാൻ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടാ. കൊടുത്തിട്ടുള്ള വിശേഷങ്ങൾ കാണാം. പൊന്നുട്ടിയെ കുറച്ച് ചെയ്ത് ഇതൊക്കെ കഴിക്കണം കേട്ടാ, ഇതൊക്കെ കഴിക്കണം കേട്ടോന്ന്. ഞാൻ ചോറ് പഴുത്ത മാങ്ങല്ലേ, പഴുത്ത മാങ്ങയിൽ മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഞെരടുക. അടിപൊളി കേട്ടോ. അതാ ചോറിന് എന്താണ് എനിക്ക് ഒരു പ്രാവശ്യമൊക്കെ നിമ്മ ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ രാവിലെ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് ചോറ് ബും പറഞ്ഞിട്ട് വീർക്കും വയറ് അല്ലേ. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമല്ലേ, അവർ കഴിച്ചോട്ടെ. മക്കളെങ്ങനെയാണെന്നറിയോ, ഇപ്പോഴൊന്ന് കഴിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശക്കും പോലെ അങ്ങനെ കഴിക്കും. ഇപ്പം മാങ്ങ തിന്നിട്ട് തന്നെ അവർക്ക് വിശപ്പ് പകുതി മുക്കാൽ തീരുന്ന മാങ്ങയില. ഇപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പുളിമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മാങ്ങ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഏട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. സുകന്യ മീനിൻ്റെ തൊലി കളഞ്ഞു തരണം കേട്ടോക്ക്. തരണ്ടി അത്ര കഷ്ണം മീൻ നൂഡിൽസിൻ്റെ മാങ്ങക്കൂട്ടാൻ എത്ര വെക്കുന്നുണ്ട്? മാങ്ങക്കൂട്ടാൻ വെക്കണം, പിന്നെ ഉപ്പേരി, മീൻ വറുത്തതും പപ്പടവും അച്ചാറും പോരെ. ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോവാ എല്ലാവരും പാടെ. ഈ പഴുത്ത മാങ്ങല്ലേ, പഴുത്ത മാങ്ങ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കിഷ്ടമാണ്. അമ്മ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ആക്കിയത്. അപ്പോൾ എനിക്കും ഇഷ്ടമല്ലേ പറഞ്ഞിട്ട് അമ്മ എടുത്ത് വെച്ചു. സൂനിക്ക് ഇഷ്ടമല്ലേ അങ്ങനെ പഴുത്ത മാങ്ങയിൽ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഇന്നലെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അമ്മ അത് ഉണ്ടാക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്.
ഞാൻ കഴിച്ചു. ഒരു മാങ്ങ നമ്മുടെ വയറ്റിലെത്തും, നമ്മുടെ ചോറ് കഴിയൂട്ടോ. അല്ലല്ലോ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട്, ഒരാൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്, ഒരാൾക്ക് കഴിക്കുള്ളൂ. അതിന് രണ്ടാമത്തെ അനിയൻ്റെ വീട്ടിൽ പോയിരുന്നു മക്കളൊക്കെ. അപ്പം അവിടെ നിന്ന് പൊറോട്ട കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ബിരിയാണി കഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ബിരിയാണി അപ്പം തന്നെ കഴിയും. ഇനിയിപ്പോൾ മക്കൾക്ക് ചെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കണ്ടേ. മാങ്ങ ഉണ്ട് കേട്ടോ അവർക്ക് ചെത്തി കൊടുക്കാൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ എന്താ എനിക്ക് വേണം കേട്ടോ. അല്ലേ സുഖനിക്ക് പിന്നെ മാങ്ങ ഇഷ്ടമല്ല. പാത്രം കഴിക്കും കേട്ടോ. ചാക്കില് ഇരുന്നിട്ട് അത് വേണ്ടില്ലേ അതിൻ്റെ കൊക്കിൻ്റെ അവിടെ വീടുണ്ട്. നമ്മുടെ കോടി കായച്ച ചക്ക കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നോക്കിയൊക്കെ. ഇതാ ഈ ഉണ്ണുമ്പോഴുള്ള ചക്കകളിൽ മാത്രമാണ് കേട്ടോ ചിലപ്പോൾ ചോള ഉണ്ടാവുള്ളൂ, മറ്റേലുണ്ടാവില്ല. എന്താടാ മേത്ത് കൂടെ ഇങ്ങോട്ട് വന്നിട്ട് തല്ലിയ പോലെ പോകും. ഇവിടത്തൊക്കെ ഇങ്ങോട്ട് നോക്കിയൊക്കെ പറക്കണത്. ഞാൻ ഇവിടെ നിൽക്കും കൊണ്ടാണ് അവന്. ഒരു ടാങ്ക് വെള്ളം കിണറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്ന് പൈപ്പിൽ വെള്ളം വരും. ഇതേ ചോറ് വെക്കാൻ ഇതിനൊക്കെയുള്ള വെള്ളം എടുത്ത് വയ്ക്കട്ടെ. എൻ്റെ കുട്ടികളല്ലേ, അവർ വന്നിട്ട് ഇങ്ങനെ തുറക്കുള്ളൂ കേട്ടോ. പൈപ്പ് തുറന്നിട്ട് ഓരോ കളി കളിക്കുള്ളൂ. കിച്ചും എല്ലാവരും, കിച്ചുമൊക്കെ ആ സൈക്കിളും കൊണ്ട് രാവിലെ തന്നെ ഓടിക്കണം. ഈ രാവിലത്തെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള തിരക്കുകൾ പറങ്കേണ്ടി ഒക്കെ കഴിഞ്ഞൂലേ, ഒന്നുമില്ല അല്ലേ. പറങ്കേണ്ടി എന്നുണ്ട് കഴിഞ്ഞു. എന്താ സൂന്യെ എന്ത് ചക്ക അതിനായിട്ട് കുറേ ആയില്ലേ. അതിനെ പറയണേ ചക്കക്കാലാവുമ്പോഴേ ചക്ക ആർക്കും വേണ്ട പറയും. നമ്മുടെ ഇവിടെ ഓരോരുത്തർ ഇത് കാണുമ്പോൾ കൊതിയായിട്ട് അവർക്ക്. വെള്ളം ഇവിടെ പാത്രം കഴുകലും കഴിയും, വെള്ളം നിറയ്ക്കലും കഴിയും. 2 പണി ഒരേ സമയം കഴിയും കേട്ടോ. പാത്രം കഴുകല ഇല്ല, വെള്ളം അല്ലെങ്കിൽ ഒപ്പിക്കണ പോലെയാണ് കേട്ടോ പാത്രം കഴുകലൊക്കെ അല്ലേ. മറ്റേത് അർമാദിച്ച് കഴുകണത് വെള്ളം അല്ലെങ്കിൽ ഒലിപ്പിച്ച് കഴുകണം. എൻ്റെ വീടിൻ്റെ അവിടെ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. വേനൽക്കാലമായ വെള്ളത്തിന് നല്ല ക്ഷാമം. പറയുക വെച്ചാൽ വീടിൻ്റെ ഉമ്മർത്ത് കനാലൊക്കെ ഉണ്ട്. ഇത് ഉപ്പിലെടുത്ത് വെച്ച വെള്ളേ ഇന്നും കൂടി ഉണ്ടാവും, നാളെ മുതൽ ഇല്ല കേട്ടോ. ഇന്ന് വൈകുന്നേരത്ത് വെള്ളം വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞു കത്തിക്കൽ. കിണറ്റിലെന്തോ മഴ പെയ്തിട്ടൊരു ടാങ്ക് വെള്ളം കിട്ടുന്നുണ്ട്. രാവിലെയും ചിലപ്പോൾ കിട്ടും, വൈകുന്നേരത്തും കിട്ടും. ഒരടി കഴിഞ്ഞു, അടുത്തത് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ, രാവിലത്തെ കുറച്ച് വെയിലേ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി മാങ്ങക്കൂട്ടാൻ വെക്കണം. മീൻ തെരണ്ടി വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി അവർ കളഞ്ഞു തന്നില്ല, അത് കളയട്ടെ പറഞ്ഞിട്ട് അത് അവർ ഇവിടെ ചെയ്യണം. പിന്നെ എന്തിനാ കളയുന്നു? എന്ത് ഏട്ടനതിന് വാങ്ങിയിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാറ്റമായിട്ട് വരുള്ളൂ. നമ്മൾ തിന്നണത് അറിയൂല്ല അതിനെ പറ്റിയിട്ട്.
ഇപ്പൊ തന്നെ വില പൊരിക്കും ചെയ്ത് എന്ത് വില ഇപ്പൊ തന്നെ നല്ല വിലയാണ് പറയാ. നല്ല ഇതാണ്, നല്ല സ്രാവിന്റെ തൊലിയില്ലേ. ഒരു തേങ്ങ എത്ര വലുത് കേട് നോക്കിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയത് കണ്ടോ? ഇത്ര വലിയ തേങ്ങ ഇതിനൊക്കെയുള്ള പൈസ വാങ്ങിയിട്ടുണ്ടായില്ലേ? ചെറുതാച്ചാ കുഴപ്പമില്ല, ഇത്ര വലുത് വെച്ചിട്ടാ മൊത്തം കേടേ. വലിയ തേങ്ങ ആ ചെറുതാച്ച പിന്നെയും കുഴപ്പമില്ല. അവക്ക് ഇവിടെ വീട്ടിലത്തെ അല്ലേ കടയിൽ നിന്ന് വാങ്ങിയതേ. അല്ല നേരേക്കാൻ കൊണ്ടുപോയിടത്തുനിന്ന് അവർ വിളിച്ചിട്ട് ഉഷക്കാർ വിളിച്ചിട്ടാണ് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അതും ഇല്ല അറിയുമ്പോഴോ നഗോ ഞാൻ ഒരു വെടി വലിച്ചിട്ട് വലിക്കാൻ വെച്ചിട്ടാണ് ഒരു വെടി വലിച്ചിട്ട് നമ്മുടെ സ്രാവ് വറുത്താ അതിന്റെ തൊലി ഇങ്ങനെ കട്ടില്ല അതേപോലെയാണ് പാവസുകന്യ കുറച്ച് നേരായിട്ടോ കയ്യിൽ നഖമില്ല കേട്ടോ. നഖമില്ലാത്ത കൊണ്ടാണ് ആകെ ബുദ്ധിമുട്ട്. ഈ സംഭവം വലിച്ചാൽ കിട്ടില്ല സാധനം. കത്തി തന്നെ വേണം, നല്ല മൂർച്ചുള്ള കത്തി വേണം. ഏട്ടൻ എന്ത് പറഞ്ഞറിയോ? മീന് ഒരു നേരം കഴിച്ചുള്ളൂ, ഇത് 3 നേരം കഴിക്കണ, 2 നേരം ഇപ്പം തന്നെ നല്ല നേരം വൈകിട്ടോ. എല്ലാം പാടുമ്പോഴേ സമയം കിട്ടണില്ല. ഉള്ളത് ഒരു തട്ടിക്കൂട്ടായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.